ആദിനാഥൻ, സത്യനാഥൻ, സൂര്യനാഥൻ, കാശിയുടെ 3 ചേട്ടന്മാർ. ആദിയുടെ ശബ്ദം കേട്ടതും അരുന്ധതി മഹാലക്ഷ്മിയുടെ ദേഹത്ത് നിന്ന് പിടിവിട്ടകന്നു മാറി. ആദി ഓടി വന്ന് അനന്തനെ ചവിട്ടി തെറിപ്പിച്ചു. തൊട്ടുപോകരുത് എന്റെ കുട്ടിയെ! അവൻ സിദ്ധുവിനെയും തള്ളിമാറ്റി കാശിയെ നെഞ്ചോട് ചേർത്തു. തീർന്നില്ലടാ നിന്റെയൊക്കെ പക, നായ്ക്കൾ കടിച്ചു കീറാൻ നടക്കണ. കാശിയുടെ മുഖത്ത് പറ്റിയ മണ്ണ് നീക്കി കൊടുത്തുകൊണ്ട് ആദി ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി അവന്മാരോട് പറഞ്ഞു. കാശി! ആദി അവനെ കെട്ടിപ്പിടിച്ചു. ബാക്കിയുള്ളവരും കാശിയെ സ്നേഹത്തോടെ തലോടി. അമ്മയുടെ കുട്ടിയെ! എത്ര ഗൗരവം കാണിക്കാൻ ശ്രമിച്ചിട്ടും അമ്മയുടെ വിളിയിൽ അവൻ വിതുമ്പി. സോറി അമ്മ. അവൻ അവരെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തു. അരുന്ധതിയുടെയും മക്കളുടെയും ദാമോദരന്റെയും ഒഴികെ ബാക്കിയുള്ളവരുടെ എല്ലാം കണ്ണുകളിൽ അവരുടെ സ്നേഹപ്രകടനം കണ്ട് കണ്ണുനീരിനാൽ നനഞ്ഞു. ശത്രുവിനെ അപമാനിക്കാനുള്ള അവസരമെന്ന പോലെ അരുന്ധതി അനന്തനെ നോക്കി. എന്നിട്ട് നേരെ കാശിയുടെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഡാ കാശിനാഥ, നീ വലിയ വീമ്പിളക്കിയല്ലോ. നിന്റെ മേൽ തൊട്ടാ ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പോലത്തെ അടിയാവുന്നല്ലേ പറഞ്ഞേ. ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം. വാടാ വരാൻ! അനന്തൻ കാശിയുടെ നെഞ്ചിലേക്ക് ഓടി വന്ന് തള്ളി. അനന്തൻ പഴയ അടവ് എടുക്കുകയാണെന്ന് ആദിക്ക് മനസ്സിലായി. കാശിയുടെ ദേഷ്യം അടക്കിർത്താൻ കഴിയാത്താണെന്ന് ശത്രുക്കൾക്ക് നന്നായിട്ടറിയാം. ദേഷ്യം വന്നാൽ അവൻ അടിക്കുമെന്നും. അടിച്ചാൽ അവൻ തിരിച്ചടിക്കാത്ത ഒരേ ഒരു വ്യക്തിയെ ഈ ഭൂമിയിലുള്ളൂ. അരുന്ധതി അവിടെ കാണാത്തതുകൊണ്ട് ആദിക്ക് വ്യക്തമായി. കാശിയെ പുറത്താക്കാനുള്ള അരുന്ധതിയുടെയും മക്കളുടെയും കളി. കാശിയും അനന്തനും അടി തുടങ്ങി. അകത്തു നിന്ന് അരുന്ധതിയുടെ കൂടെ ചന്ദ്രശേഖരനാഥൻ കോപത്തോടെ നടന്നു വരുന്ന കണ്ട് മഹാലക്ഷ്മിയും മക്കളും ഇനി നടക്കാൻ പോകുന്ന മുൻകൂട്ടി കണ്ടു. ആദി കാശി അനന്തനിൽ നിന്ന് ഓടിവന്ന് മാറ്റാൻ ശ്രമിക്കാൻ തുടങ്ങിയതും കാശിനാഥൻ! ചന്ദ്രശേഖരനാഥന്റെ ഗാംഭീര്യം നിറഞ്ഞ സ്വരം അവിടെ ഉയർന്നു. അനന്തന്റെ തലയിലേക്ക് കോപത്തോടെ വലിയ കല്ലെറിയാൻ നിൽക്കുന്ന കാശിനാഥൻ ആ സ്വരം കേട്ട ദിക്കിലേക്ക് നോക്കി. അച്ഛൻ! ശാന്തമായ സ്വരത്തോടെ അവൻ പറഞ്ഞു. കണ്ടില്ലേ ചേട്ടാ, അവൻ എന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത്. അരുന്ധതിയുടെ സഹോദരനാണ് ചന്ദ്രശേഖരനാഥൻ. അരുന്ധതി അയാൾക്ക് മുമ്പിൽ സ്ഥിരം കള്ളക്കരച്ചിൽ തുടങ്ങി. അച്ഛാ, കാശിയൊന്നും ചെയ്തിട്ടില്ല, അനന്തനാണ്. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? ശേഖരൻ ആദിയോട് ദേഷ്യപ്പെടുന്ന കണ്ട് അരുന്ധതി പുച്ഛത്തോടെ ആദിയെ നോക്കി. കാശി ഒഴികെ മക്കളാരും അച്ഛന്റെ വാക്കുകളെയും തീരുമാനങ്ങളെ എതിർക്കാറില്ലായിരുന്നു. എന്നാൽ കാശിനാഥൻ അച്ഛന്റെ വാക്കുകളെ അനുസരിക്കാത്തതുകൊണ്ടും അവന്റെ ഉഗ്രകോപം കൊണ്ടും അച്ഛന്റെ നാവിൽ നിന്ന് തെമ്മാടിയെന്ന പേര് സമ്പാദിച്ചവനാണ്. ഇതെല്ലാം കൊണ്ട് കാശിനാഥൻ അയാൾക്ക് വെറുപ്പായിരുന്നു. അതെല്ലാം അറിയാവുന്ന അരുന്ധതിയും മക്കളും ആ അവസരം പലപ്പോഴും മുതലെടുക്കുമായിരുന്നു. അരുന്ധതിയുടെ മുഖത്തെ പുച്ഛം കണ്ട് അരിശത്തോടെ അവരെ നോക്കി പൂമുഖത്തുള്ള തൂണിൽ ആദി കൈ ചുരുട്ടി അടിച്ചു. ശേഖരൻ കാണാതെ കാശിയുടെ മുഖത്തേക്ക് അനന്തൻ അടിച്ചു. കലികേറി കാശിനാഥൻ അവനെ തിരിച്ചടിക്കാൻ തുടങ്ങി. അത് കണ്ട ശേഖരൻ കോപത്തോടെ പാഞ്ഞെന്ന് കാശിനാഥനെ പിടിച്ചു മാറ്റി അവന്റെ മുഖത്തേക്ക് അടിച്ചു. ഇറങ്ങടാ തെമ്മാടി പുറത്ത്, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ! കാശിയുടെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് അച്ഛൻ ഉറച്ച സ്വരത്തോടെ പറഞ്ഞു. 5 വർഷം മനുഷ്യന് സമാധാനമായിട്ട് കഴിഞ്ഞതായിരുന്നു, നശിപ്പിക്കാനായിട്ട് വീണ്ടും കയറി വന്നിരിക്കുന്നു. ഇറങ്ങിപ്പോടാ അവിടുന്ന്! അച്ഛൻ നെഞ്ചിലേക്ക് തള്ളിപ്പറയും തോറും കാശി അരുന്ധതിയെയും അനന്തനെയും കോപത്തോടെ നോക്കി. പുച്ഛത്തോടെ തന്നെ നോക്കുന്ന അവരെ കണ്ട് അവൻ കലിയടക്കി നിന്നു. കാരണം മുഖത്തേക്ക് അടിക്കുന്ന സ്വന്തം അച്ഛനായതുകൊണ്ട്. എന്നും അവർക്ക് മുമ്പിൽ അച്ഛൻ അവൻ അടിച്ചുകൊണ്ട് അപമാനിച്ചിട്ടേയുള്ളൂ. ശേഖരൻ അരുന്ധതിയെയും മക്കളെയും വളരെ ഇഷ്ടവും വിശ്വാസവുമായിരുന്നു. അയാളുടെ വാക്കുകൾ എതിർക്കുന്നത് കാശിനാഥൻ മാത്രമായിരുന്നു. ജനിച്ചപ്പോ തൊട്ട് നീ എന്റെ നെഞ്ചിൽ കനല് കോരി ഇട്ടവനാണ്. ഈ നിമിഷം വരെ നീ തെമ്മാടി തന്നെയായി. എന്റെ തല സമൂഹത്തിന് മുമ്പിൽ താഴ്ത്തിയിട്ടേ ഉള്ളൂ. തെമ്മാടി, ഇറങ്ങിപ്പോടാ ഇവിടുന്ന്! അച്ഛൻ നെഞ്ചിൽ തള്ളുന്തോറും കാശി കോപത്തോടെ അരുന്ധതിയെയും മക്കളെയും കലിയോടെ നോക്കിക്കൊണ്ടിരുന്നു. അവരെ നോക്കി പേടിപ്പിക്കുന്നോ? ശേഖരൻ അവന്റെ മുഖത്തേക്ക് കൈകൊണ്ട് മാറി മാറി അടിച്ചു. ശേഖരേട്ടാ, എന്റെ കുഞ്ഞിനെ തല്ലല്ലേ! ലക്ഷ്മി ഓടി വന്ന് ശേഖരന്റെ കയ്യിൽ പിടിച്ചു. മാറങ്ങോട്ട്! നിന്റെ മകന്റെ ദേഷ്യം ഈ ജന്മം മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇവൻ ഇനി ഇവിടെ വേണ്ട, ഇറങ്ങിപ്പോടാ! ശേഖരൻ മഹാലക്ഷ്മിയെ പിടിച്ചു മാറ്റി. അച്ഛാ, വല്ലവരുടെയും വാക്കേട്ട് കാശി അച്ഛൻ ഇനിയും തെറ്റിദ്ധരിക്കരുത്. ആദി കാശിയെ പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന അച്ഛനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇവന് വേണ്ടി വക്കാലത്തായിട്ട് വരണ്ട ആരും. എന്നനുസരിക്കുന്ന 4 ആൺമക്കൾ മാത്രം മതി എനിക്ക്. അല്ലാതെ തെമ്മാടിയായി നടക്കുന്നവനെ വേരോടെ പിഴുതെറിഞ്ഞേ പറ്റൂ. അയാളുടെ വാക്കുകൾ കേട്ട് ലക്ഷ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആദിയുടെ നെഞ്ചിലേക്ക് വീണു. ആര് പറഞ്ഞിട്ടും ശേഖരൻ കേട്ടില്ല. അയാൾ കാശിയെ നിലത്തേക്ക് ചവിട്ടിയിട്ടു. അയ്യോ, എന്റെ കുഞ്ഞ്! മഹാലക്ഷ്മി കാശിയുടെ അടുത്തേക്ക് പോവാൻ നിന്നതും ശേഖരൻ അവരെ പിടിച്ചു മാറ്റി. അരുന്ധതിക്ക് ആ കാഴ്ച കണ്ട് സന്തോഷം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ശേഖര, വേണ്ട, എത്രയായാലും അവൻ നിന്റെ മകനാണ്. ഗോവിന്ദൻ ശേഖരനെ പിടിച്ചു മാറ്റി. ഏട്ടാ, ഇവനൊക്കെ പുറത്താക്കിയാലേ ഈ കുടുംബം രക്ഷപ്പെടൂ. അരുന്ധതി ശേഖരന്റെ ദേഷ്യത്തെ രട്ടിപ്പിക്കാൻ പറഞ്ഞു. ശേഖരൻ നിലത്തുനിന്ന് എഴുന്നേൽക്കുന്നവനെ വീണ്ടും ചവിട്ടി കഴുത്തിന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എത്ര പറഞ്ഞാലും നന്നാവാത്ത ജന്മം!
ഇറങ്ങിപ്പോടാ പുറത്തേക്ക് തെമ്മാടി. അയാൾ കാശിനാഥനെ ഗേറ്റിന് പുറത്തേക്ക് തള്ളിയതും മുന്നിൽ വന്നിരുന്ന കാറിന്റെ മേലേക്ക് കാശിനാഥൻ പോയി ഇടിച്ചു നിന്നു. ആ കാറ് കണ്ടതും അരുന്ധതിയും മക്കളും ശേഖരനും ഒന്ന് പേടിച്ചു. കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരാൾ ഇറങ്ങി. മഹിയേട്ടൻ? കാശിനാഥന്റെ സഹോദരന്മാർ ഒരുമിച്ച് പറഞ്ഞു. മഹിനാഥൻ കാശിനാഥന്റെ മൂത്ത സഹോദരനാണ്. അടുത്ത് നിൽക്കുന്ന കാശിയുടെ ചുണ്ടിൽ പൊടിഞ്ഞ ചോര കണ്ട് അയാൾക്ക് മനസ്സിലായി അച്ഛൻ കാശിയെ അടിച്ചെന്ന്. മഹിനാഥൻ അനിയനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അയാളുടെ മിഴികൾ നിറഞ്ഞു. കാശി ഏട്ടനെ ചുറ്റിപ്പിടിച്ചു നിന്നു. കാറിൽ നിന്ന് മറ്റൊരു വ്യക്തി കൂടി ഇറങ്ങുന്ന ശബ്ദം കേട്ടതോടുകൂടി അരുന്ധതിയുടെയും ശേഖരന്റെയും നെഞ്ചിരിപ്പ് കൂടി. രാമദത്തനാഥൻ തന്റെ ഊന്നുവടി നിലത്തേക്ക് കുത്തിക്കൊണ്ട് കാറിന്റെ ഡോറും തുറന്നിറങ്ങി. ഇന്ന് അച്ഛനും അരുന്ധതിക്കുള്ള കണക്കിന് കിട്ടും. ആദിയുടെ ചെവിയിൽ സൂര്യന് സത്യം വന്ന് പറഞ്ഞു. ആദിയും അത് കാത്തിരിക്കുക തന്നെയായിരുന്നു. അയാൾ കാറിന്റെ എതിർവശത്തേക്ക് വന്നു. വലത് കൈ നീട്ടി കാശിനാഥനെ കൈനീട്ടി വിളിച്ചു. ചെല്ല്, കാശിയോട് മഹി പറഞ്ഞു. കാശിനാഥന്റെ കൈ പിടിച്ച് അയാൾ മുന്നിലേക്ക് നടന്നു. കോപത്തോടെ അവൻ അരുന്ധതിയെയും മക്കളെയും നോക്കി അവരെ മറികടന്ന് മുത്തച്ഛനൊപ്പം തിരിച്ചു കയറി. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന്. എന്ത് തെറ്റാണ് ഇവ നിന്നോടും നിന്റെ മക്കളോടും ചെയ്ത്? ഓർമ്മ വെച്ച നാളു മുതൽ കാണുന്നതാണ് ഇതിനെ കൊത്തിപ്പറിക്കാൻ. ദേഷ്യം കൂടുതലായതുകൊണ്ട് അവനെ ചൊടിപ്പിച്ച് തല്ലുണ്ടാക്കി. ശേഖരമാമ കാണുമ്പോ ഒന്നും ചെയ്യാത്തമാരെ പോലെന്ന് ഇവൻ അടി വാങ്ങിക്കൊടുക്കുക. അതൊന്നും മനസ്സിലാകാത്ത ഒരു പെങ്ങൾ കോന്തനും. ശേഖരനെ ദേഷ്യത്തോട് നോക്കി രാമദത്തൻ പറഞ്ഞു. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ഇവൻ ചെയ്ത് കണ്ടില്ലേ? എന്നിട്ടിപ്പോ ഞങ്ങളെ കുറ്റം പറയുന്നു. അരുന്ധതി കാശിയെ ദേഷ്യത്തോടെ ചൂണ്ടി പറഞ്ഞു. മിണ്ടരുത് നീ. മക്കളിൽ കുരുട്ടുബുദ്ധിയും വാശി ആവശ്യത്തിലധികം നിനക്കാണ്. അടങ്ങി നിന്നോ അരുന്ധതി. സ്വയം നന്നാവാതെ മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി മാത്രം നടക്കും. അതും പോരാഞ്ഞിട്ട് മക്കളുടെ മനസ്സിൽ കൂടി വിഷം കയറ്റി കൊടുത്ത് അതുങ്ങളെയും വഴിതെറ്റിച്ചു. അദ്ദേഹം ശേഖരനെ നോക്കി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശേഖര, നീ ഇവളുടെ വാക്കും കേട്ട് നിന്റെ മോനെ തള്ളരുതെന്ന്. നീ ഒരിക്കലും അങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്റെ ശേഖരൻ നല്ലവനായിരുന്നു. കാശിനാഥൻ നീ പറഞ്ഞ് കേൾക്കാത്തതിനാണ്. ഓർമ്മ വെച്ച നാളു മുതൽ നീ അതിനെ വഴക്ക് പറയുന്നു, വലുതാവും തോറും തല്ലുന്നു. 4 മക്കളെ നീ നിന്റെ ഇഷ്ടത്തിന് കൊണ്ടുവന്നു. ഇവൻ ആഗ്രഹിച്ച് നേടാൻ നോക്കുമ്പോ നിനക്കത് പറ്റില്ല. ഒരാളെ അടിച്ചു പഠിപ്പിക്കുകയല്ല, പറഞ്ഞ് മനസ്സിലാക്കിയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞവൻ കേൾക്കുന്നുണ്ടല്ലോ. നീ ഇവളുടെ വാക്ക് വിശ്വസിച്ചാണ് അടിക്കുന്നത്. ഇനിയെങ്കിലും സത്യവും മിഥ്യയും തിരിച്ചറിയാൻ പഠിക്ക് ശേഖര. നീ മകനെ തല്ലെന്ന് കണ്ട് അവൾ സന്തോഷിക്കുകയാണെന്ന് നീ അറിയുന്നില്ലല്ലോ. കഷ്ടം. ദത്തൻ ഊന്നുവടി നിലത്തുകുത്തി അരുന്ധതിയുടെ അടുത്തേക്ക് വന്നു. മക്കളെ വളർത്തുമ്പോ നല്ല പോലെ വളർത്തണം അരുന്ധതി. ലക്ഷ്മിയുടെ മക്കളെ കണ്ടില്ലേ? ഒറ്റ കെട്ട. അതിന് അസൂയ തോന്നിയിട്ട് കാര്യമില്ല. അതാണ് അമ്മയുടെ കഴിവ്. ശത്രുത മാറ്റിവെച്ച് ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക് അരുന്ധതി. അച്ഛൻ പറഞ്ഞ കേട്ട് അവരൊന്നും മിണ്ടാതെ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. ഇവളുടെ മക്കളിൽ കുറച്ചെങ്കിലും എനിക്ക് ഇഷ്ടം തോന്നിയെങ്കിൽ അത് നിന്നോടായിരുന്നു സിദ്ധു. പക്ഷേ നീയും. മുത്തച്ഛ, അത് വേണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. അമ്മയുടെ ദുഷ്ടതരങ്ങൾക്ക് കൂട്ടുന്ന ജീവിതം പാഴാക്കരുത്. സിദ്ധു ഒന്നും മിണ്ടാതെ തല താഴ്ത്തി. അയാൾ കാശിനാഥനടുത്തേക്ക് ചെന്നു. കാശിനാഥൻ ഇവിടെ തന്നെ നിൽക്കും. അതിനെനിക്ക് ആരോട് സമ്മതം ചോദിക്കേണ്ട കാര്യമല്ല. ഇവനെ ഇറക്കിവിടാൻ ഇവിടെ ഒരാളും തുനിയണ്ട. പിന്നെ അവനെ കൊലപാതകെന്ന് ആരും ഇവിടെ വിളിച്ച് നടക്കണ്ട. ആരാണത് ചെയ്തെന്ന് കാലം തെളിയിക്കും. ഗോവിന്ദ, നേരെ ഒരുപാടായില്ലേ? ഇവളെയും മക്കളെയും വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ നോക്ക്. അച്ഛൻ പറഞ്ഞ കേട്ട് അവരെല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. കാശിനാഥനും സിദ്ധുവും പരസ്പരം നോക്കി. ഇന്നു മുതൽ നീ കുറിച്ചു വെച്ചോടാ പുല്ല്. എന്നെ കൊലപാതകയാക്കിയ നിന്നെ ഞാൻ തേച്ചൊട്ടിക്കുന്ന ദിവസം വൈകാതെ വരും. നീ പോലും അറിയാതെ. ഞാനല്ലല്ലോ കൊലപാതകി, നീയല്ലേ? അതേടാ, ഞാനൊരിക്കൽ കൊലയാളിയാവും. നിന്നെ കൊന്ന്. കാശി അവന്റെ മുഖത്തേക്ക് അടിച്ചു. തിരിച്ചടിക്കാൻ വന്ന സിദ്ധുവിനെ അജയ് തള്ളിമാറ്റി. നീ ചെല്ല് സിദ്ധു. കാശിയെ പിടിച്ചു വെച്ചുകൊണ്ട് അജയ് പറഞ്ഞു. നമുക്ക് കാണാം കാലനാഥ. ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. അവർ രണ്ടുപേരും ദേഷ്യത്തോടെ നോക്കി തിരിഞ്ഞടന്നു. കാശിയുടെ ജാക്കി എന്ന നായ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അത് കണ്ട് ഗജനും അവനടുത്തേക്ക് നടന്നു വന്നു. കാശി കരയുന്ന ഗജന്റെ തുമ്പിക്കൈയിൽ അമർത്തി ചുംബിച്ചു. ജാക്കിന്റെ നെറ്റിയിലും കൊടുത്തൊരു ഉമ്മ. അവരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ട് എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. എല്ലാവരും അതൊക്കെ കണ്ട് സന്തോഷത്തോടെ ആനന്ദിക്കുമ്പോൾ ശേഖരൻ പുച്ഛത്തോടെ മുഖം തിരിച്ചു. ശേഖര, ഇവന്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റിക്കേ. ശേഖരൻ പുച്ഛത്തോടെ അകത്തേക്ക് കയറിപ്പോയി. കാശി സ്വന്തം വീട്ടിലേക്ക് നോക്കി മിഴിനീരോടെ നിൽക്കുകയാണ്. 5 വർഷം കഴിഞ്ഞു. വീടിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാവരെയും കണ്ടപ്പോൾ തന്നെ മനസ്സ് തണുക്കുകയാണ് ചെയ്തത്. അച്ഛനെന്ന വാത്സല്യം പകർന്നു തന്ന മഹി അവനെ കൈപ്പിടിച്ച് അകത്തേക്ക് കയറ്റി. കാശി അകത്തേക്ക് നോക്കി. അകത്തളങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല. തൻ്റെ വീടിൻ്റെ അകത്തളത്തിലേക്ക് കാൽ വെച്ചപ്പോൾ
അവന്റെ മനസ്സ് നീറുകയായിരുന്നു, നോവോടെ. മോനെ. ലക്ഷ്മി അവന്റെ കവിളിൽ തലോടി. കാശി പുഞ്ചിരിമുഖത്ത് വരുത്താൻ ശ്രമിച്ചു. അവൻ ആരോടും മിണ്ടാതെ സോഫയിലിരുന്നു. അവനൊന്ന് ഉഷാറാക്കാൻ അവർ തമാശകളൊക്കെ പറഞ്ഞെങ്കിലും കാശി നിശബ്ദനായിരുന്നു. എന്തിരിപ്പാടാ ഇത്? സൂര്യ അവനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു. ഒന്നുമില്ല സൂര്യ. എന്റെ ദൈവമേ, ഇരട്ടകളായ ഇവരെ ഏട്ടൻ ഇപ്പോഴും കറക്റ്റായിട്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? സത്യം പറ കാശിയേട്ടാ, എന്തായാലും വലിയ സീക്രട്ട് ഞങ്ങൾ കൂടി അറിയട്ടെ. ഇരട്ടകളായ സൂര്യയും സത്യയും നോക്കി ശ്രീ അവനോട് ചോദിച്ചു. അതൊക്കെ ഞങ്ങളുടെ കാശിക്ക് മാത്രമേ അറിയൂ, അല്ലട കാശി? സൂര്യ പറഞ്ഞപ്പോൾ കാശി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ഈവനെന്താ ഒരുമാതിരി അവാർഡ് പടത്തിലെ നായകനെ പോലെ? സത്യ പറഞ്ഞു. ആദി അമ്മയോട് മിണ്ടാതിരിക്കുന്ന കാശിയെ ആഹാരം കഴിക്കാൻ കൊണ്ടുപോകാൻ അമ്മയോട് കണ്ണു കാണിച്ചു. അമ്മ കാശിയുമായി ഡൈനിങ് ഹാളിലേക്ക് പോയി. ആദി സൂര്യയെ ചേർത്ത് പിടിച്ചു. 5 വർഷമായിട്ട് ജയിലിൽ നേറിക്കഴിഞ്ഞ മനസ്സാണ് അവൻ്റേത്. പെട്ടെന്ന് ഇവിടുത്തെ സാഹചര്യവുമായി പഴയ പോലെ പൊരുത്തപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. നമുക്ക് ശരിയാക്കണം, നീ വിഷമിക്കാതെ. ആദി സൂര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സൂര്യയും ബാക്കിയുള്ളവരും അത് ശരിവെച്ചു. അവരും ഡൈനിങ് ഹാളിലേക്ക് പോയി. 5 വർഷങ്ങൾക്ക് ശേഷം കാശി അമ്മയുടെ കൈപ്പുണ്യം നിറഞ്ഞ ആഹാരം കഴിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. റൂമിൽ ദേഷ്യത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അരുന്ധതി. മകന്റെ മേലുള്ള മുറിവും ഇടത് കൈയിന് പ്ലാസ്റ്റർ ഇട്ടും കണ്ട് അവരുടെ കോപം തെളിച്ചു. എന്റെ കുഞ്ഞിനെ ദ്രോഹിച്ച് അവനെ ഞാൻ വെറുതെ വിടില്ല. വിളിക്കടാനെന്താ ആ കൊട്ടേഷൻ ടീമിനെ? അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? ഇവനോട് ആരാണ് അവനോട് പോയി വഴക്കിടാൻ പറഞ്ഞ്? സിദ്ധു സഞ്ജുവിനെ നോക്കി ദേഷ്യത്തോട് പറഞ്ഞു. ഓഹോ, അപ്പൊ നീ അവന്റെ ഭാഗമായോ? ഓഹ് എന്റെ അമ്മ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. തൽക്കാലത്തിന് ഒരു വഴക്കിന് പോകണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പോവണ്ടെന്നോ? കൊല്ലണ തെമ്മാടിയെ അല്ലയാനെന്താ? കലിയോടെ അരുന്ധതി പറഞ്ഞു. അവൻ വന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ അടിച്ച അടിയെല്ലാം പകക്ക് വളമാക്കിയാണ് ഞാൻ. കാലനാഥൻ തെമ്മാടി. അയാൾ ദേഷ്യത്തോടെ ഭിത്തിയിലടിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം കാശി അവന്റെ മുറി തുറന്നു. ആ മുറിയിലേക്ക് പ്രവേശിച്ചതും അവന്റെ മനസ്സിലൂടെ ഓർമ്മകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ആ വീട്ടിലെ ഏറ്റവും വലിയ മുറി കാശിയുടേതാണ്. കാശിയുടെ മുറി അവന് ബാസ്കറ്റ്ബോൾ കളിക്കാനുള്ള പാകത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുത്തച്ഛനോട് അവൻ ആഗ്രഹം പറഞ്ഞപ്പോൾ പണിയഴിച്ചു കൊടുത്താണ് ആ മുറി. പഠനത്തേക്കാൾ അവൻ സ്പോർട്സിനെ സ്നേഹിച്ചു. പഠിക്കാൻ മിടുക്കനായിരുന്നിട്ടും അവന്റെ സ്പോർട്സ് കമ്പത്തോട് അച്ഛൻ എന്നും എതിരായിരുന്നു. കാശിയുടെ ആഗ്രഹം അവനെ സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടമായിരുന്നു. അവനെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. കാശിയുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ അച്ഛനോട് പറയാൻ ബാക്കിയുള്ള മക്കൾക്ക് പേടിയായിരുന്നു. പലപ്പോഴും കളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അച്ഛൻ അവനെ തടയുകയും അവൻ എതിർത്തു പോകുന്നതും ചെറുപ്പം മുതലേ പതിവായിരുന്നു. സ്പോർട്സ് എന്ന് പറയുന്നത് ചന്ദ്രശേഖരന് വെറുപ്പായിരുന്നു. മക്കൾ പഠിക്കാൻ മാത്രമേ പാടൂ എന്നായിരുന്നു അയാളുടെ നിലപാട്. മഹിനാഥൻ ഇന്ന് നാദ് ഗ്രൂപ്പിന്റെ MD ആണ്. ആദിനാഥൻ റൂറൽ SP-യും. സൂര്യനും സത്യയും ഡോക്ടർമാരും. കാശിയെ നേവിയിൽ അയക്കാനായിരുന്നു ചന്ദ്രന്റെ തീരുമാനം. എന്നാൽ അവന്റെ വാശിക്ക് പോയി ഡിഗ്രിക്ക് ചേർന്നു. ഫസ്റ്റ് റാങ്കോടെ തന്നെയാണ് പാസ്സായത്. ഇല്ലെങ്കിൽ അവൻ അച്ഛൻ തല്ലുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് രാമദത്തനെ കൊണ്ടും ദേവയെ കൊണ്ടും അവനോട് പഠിക്കാൻ പറയാൻ ലക്ഷ്മി പറഞ്ഞു. അവരുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അവൻ പഠിച്ചത്. ലക്ഷ്മിയാണ് ഇതിന് പുറകിലെന്ന് കാശിക്ക് ഇന്നും അറിയില്ല. മകനെ തല്ലുന്നത് അവർക്ക് സഹിക്കില്ലായിരുന്നു. കാരണം സിദ്ധാർത്ഥൻ പഠനത്തിൽ മുമ്പന്തിലായിരുന്നു. 2 പേർക്കും റാങ്ക് ഉണ്ടായിട്ടും സിദ്ധാർത്ഥനെ അഭിനന്ദിച്ചും കാശി കോപ്പിയടിച്ച് പാസ്സായതാണെന്നും ശേഖരൻ പുച്ഛത്തോടെ പറഞ്ഞു. എന്നും സിദ്ധാർത്ഥന് മുമ്പിൽ അച്ഛൻ അവനെ താഴ്ത്തിക്കെട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും ഗ്രൗണ്ടിൽ കളിക്കുന്നവനെ അച്ഛൻ നടുറോട്ടിലിട്ടടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര തല്ല് കിട്ടിയാലും അവൻ കൂസലില്ലാതെ വീണ്ടും പന്തെടുത്ത് കളിക്കാൻ പോകും. ഒരിക്കൽ കളി കഴിഞ്ഞ് വരുന്ന അവനെ അയാൾ അകത്തേക്ക് കയറ്റിയില്ല. അന്ന് പെയ്ത മഴ മുഴുവൻ കൊണ്ട് അവൻ പുറത്തിരുന്നു. റൂമിലേക്ക് എത്തുന്നവരെ അയാൾ ചൂരൽ കൊണ്ട് അവനെ അടിച്ചു. ഇനി ഞാൻ കളിക്കാൻ പോകുമെന്ന് അടിക്കുന്നതിനിടയിൽ അവൻ വാശിയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. റൂം എത്തുന്നവരെ ആ അടി തുടർന്നു. എന്നാൽ അവൻ അടങ്ങിയില്ല. വീണ്ടും അവൻ കളിക്കാൻ പോകും. അടി വാങ്ങുന്ന സ്ഥിരമാക്കി. റൂമിൽ തളർന്നിരിക്കുന്ന അവനെ കണ്ടപ്പോൾ രാമദത്തൻ അവനോട് കളി നിർത്താൻ പറഞ്ഞു. കാരണം അത്രയും പാടുകളും മുറിവും അവൻ്റെ മേലുണ്ടായിരുന്നു. എനിക്കൊരു ബാസ്കറ്റ്ബോൾ കളിക്കണ റൂമിൽ ഉണ്ടാക്കി തരുമോയെന്ന് അന്ന് അവൻ മുത്തച്ഛനോട് ചോദിച്ചു. അച്ഛനറിയാതെ കളിക്കാനാണോ? ഇരവും പകലും ഞാനൊരു സ്പോർട്സ്മാനാണെന്ന് അച്ഛനെ കാണിക്കാനാണ്. ഉറക്കമില്ലാത്ത എനിക്ക് പോരാടണം. എൻ്റെ സ്വപ്നത്തിലേക്ക് മൈക്കിൾ ജോർദനെ പോലെ എനിക്കൊരു ബാസ്കറ്റ് ബോളർ ആവണം. എനിക്കും പ്രൊഫഷണൽ ബാസ്കറ്റ് പ്ലെയർ ആവണം. അച്ഛൻ അതിന് അനുവദിക്കില്ല മോനെ. എൻ്റെ സ്വപ്നം, എൻ്റെ ജീവിതം എല്ലാം സ്പോർട്സാണ്. എനിക്കൊരു പ്രൊഫഷണൽ ബാസ്കറ്റ് പ്ലെയർ ആവണം. അവൻ ഉറക്കെ അന്ന് അലറിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ കണ്ണിലെ ദൃഢനിശ്ചയം കണ്ടാണ് മുത്തശ്ശൻ അവന് കളിക്കാൻ വേണ്ടി റൂമിനോട് ചേർത്ത് ബാസ്കറ്റ് കളിക്കളം ഒരുക്കിയത്. ശേഖരൻ്റെ കയ്യിൽ നിന്ന് വഴക്കും തല്ലും അവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പതിവായി. അവൻ തളർന്നില്ല. ഇരവും പകലും സ്വപ്നത്തിനു വേണ്ടി വാശിയോടെ അവൻ പരിശീലിച്ചു. കോളേജിൽ അവൻ താരമായിരുന്നു. ഏറ്റവും നന്നായി കളിക്കുന്നതും അവനായിരുന്നു. കാശിനാഥൻ ഓർമ്മകളിൽ നിന്നുണർന്ന് കയ്യിലിരിക്കുന്ന ബാസ്കറ്റ്ബോളിലേക്ക് നോക്കി. എന്നിട്ട് ചുമരിൽ ഘടിപ്പിച്ചിരുന്ന ബാസ്കറ്റിലേക്ക് ബോൾ എറിഞ്ഞുകൊണ്ടിരുന്നു. കരയുകയായിരുന്നവൻ. അലറിക്കൊണ്ടവൻ ബാസ്കറ്റിലേക്ക് ബോൾ എറിഞ്ഞുകൊണ്ടിരുന്നു. അവൻ അലറുന്ന കേട്ട് ആ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും മിഴികൾ നിറഞ്ഞു.
മട്ടുപ്പാവിൽ നിൽക്കുന്ന ചന്ദ്രശേഖരൻ അവന്റെ മുറിയുടെ തുറന്നിട്ട ജനാലയിലൂടെ അവൻ അലറിക്കൊണ്ട് ബോൾ ബാസ്ക്കറ്റിലേക്ക് എറിയുന്ന നോക്കി നിന്നു. തൊട്ടുമുമ്പിലെ വീട്ടിലെ തന്റെ മുറിയുടെ ബാൽക്കണി നിൽക്കുന്ന അരുന്ധതി തന്റെ മക്കളെ വിളിച്ച് അവൻ അലർന്ന് കേട്ട് സന്തോഷിക്കാൻ പറഞ്ഞു. കാശി! ചേട്ടന്മാർ ഓടിവന്ന് അവനെ ചുറ്റിപ്പിടിച്ചു. തകർത്തില്ലേ എല്ലാം! സൂര്യനും സത്യനും ജനാല വഴി നോക്കുന്ന അരുന്ധതിയെയും മക്കളെയും ദേഷ്യത്തോടെ നോക്കി റൂമിന്റെ ജനൽ വലിച്ചടച്ചു. കാശി മഹിയുടെ കയ്യിലേക്ക് കുഴഞ്ഞു വീണു. മഹി അവനെടുത്ത് കട്ടിൽ കിടത്തി. ഏട്ടന്മാർ അവന് ചുറ്റുമിരുന്നു. അവൻ നിശബ്ദനായിരുന്നു. ആരെയും നോക്കിയില്ല, ആരോടും മിണ്ടിയില്ല. കൈകൾ തലക്ക് മീതെ വെച്ച് അവൻ കണ്ണടച്ച് കിടന്നു. കാശി! മുത്തശ്ശി തലയിൽ തലോടിയപ്പോൾ അവൻ കൈ നെറ്റിയിൽ നിന്നെടുത്ത് അവരെയും നോക്കി. 5 വർഷമായി അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്. കാശി അവരുടെ ചുളിഞ്ഞ കവിളി തലോടി. മുത്തശ്ശി തേങ്ങലോടെ അവൻ്റെ കവിളി തലോടി. അവരുടെയെല്ലാം സഹതാപത്തോടെയുള്ള നോട്ടം അവൻ്റെ ഉള്ളം പൊള്ളിച്ചു. ഞാനൊന്ന് തനിയെ കിടക്കട്ടെ. അവൻ അവരെയൊന്നും ശ്രദ്ധിക്കാതെ കമിഴ്ന്നു കിടന്നു. എല്ലാവരും മുറിവിട്ടിറങ്ങിയെങ്കിലും തൻ്റെ അമ്മയുടെ കൈത്തലം അപ്പോഴും മുടിയിലോടുന്നത് അവൻ അറിഞ്ഞു. അവൻ മൗനമായി കിടന്നു, അമ്മയുടെ തലോടലും ഏറ്റുകൊണ്ട്. ഇടക്കമ്മ കവിളിൽ ഉമ്മ തരുമ്പോൾ അവൻ ആ കൈകളെടുത്ത് കവിളിൽ വെച്ച് കിടന്നു. അവൻ ഉറങ്ങുമ്പോൾ ഏട്ടന്മാർ അവനൊപ്പം വന്ന് കിടന്നു. അവനെ കെട്ടിപ്പിടിച്ച് അവർ കിടന്നു. നാദേശ്വരൻ തറവാട്ടിലുള്ളവരും ശ്രീലകത്ത് തറവാട്ടിലുള്ളവരും കുടുംബക്കാരാണ്. മാറ്റക്കല്യാണം കൊണ്ട് ആ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായി. നാദേശ്വരത്തെ രാമദത്തിനും ഭാര്യ ദേവകിക്കും 3 മക്കൾ: ചന്ദ്രശേഖരനാഥൻ, അരുന്ധതി, അഭിരാമി. ശ്രീലകത്തെ ശങ്കരനാരായണനും ഭാര്യ ഭാർഗവിക്കും മക്കൾ 4 കൃഷ്ണഗോവിന്ദൻ ബൽറാം, മഹാലക്ഷ്മി, ഭാസ്കർ ബൽറാം, സുഹാസിനി. ചന്ദ്രശേഖരനും മഹാലക്ഷ്മിക്കും 6 മക്കൾ: മഹിനാഥൻ, ആദിനാഥൻ, സൂര്യനാഥൻ, സത്യനാഥൻ, കാശിനാഥൻ, ശ്രീലക്ഷ്മി. കൃഷ്ണഗോവിന്ദൻ്റെ 3 മക്കളാണ്: അനന്തൻ റാം ഗോവിന്ദൻ, സിദ്ധാർത്ഥ റാം ഗോവിന്ദൻ, സഞ്ജു റാം ഗോവിന്ദൻ. ഭാസ്കറിൻ്റെയും ഭാര്യ ജാനകിയുടെയും മക്കളാണ് ഗീതപ്രിയയും ജാനിക ഭാഗീരഥിയും സച്ചിനും. സുഹാസിനിയുടെയും ദാമോദൻ്റെയും മക്കളാണ് ആര്യയും അജയ് റാം ഘോഷും. ഇവിടെ തമ്മിൽ ചേരാത്തത് അച്ഛനമ്മമാരല്ല, മക്കളാണ്. ചന്ദ്രശേഖരൻ്റെ മക്കളും കൃഷ്ണഗോവിന്ദൻ്റെ മക്കളും വലിയ സ്വരച്ചേർച്ചയിലല്ല. അരുന്ധതിയും മഹാലക്ഷ്മിയും സിദ്ധുവിൻ്റെയും കാശിയുടെയും തല്ലുകാരണം പരസ്പരം മിണ്ടുന്ന കുറവാണ്. മഹാലക്ഷ്മി ഒരു പാവമായതുകൊണ്ട് അരുന്ധതി കുത്തുവാക്കുകളിലൂടെ എടുത്തിയായ മഹാലക്ഷ്മിയെ നോവിക്കുന്ന പതിവായിരുന്നു. അരുന്ധതിയുടെ ദുഷ്ടസ്വഭാവം കൊണ്ട് അവരുടെ മക്കൾക്കൊഴികെ ബാക്കിയുള്ളവർക്കൊക്കെ അവർ കണ്ണടിയാണ്. അതിരാവിലെ എഴുന്നേറ്റ് മുറ്റത്തെ തുളസിത്തറയിൽ മഹാലക്ഷ്മി വിളക്ക് തെളിയിച്ചു. മനസ്സ് നിറഞ്ഞവർ പുഞ്ചിരിച്ചു. വീടിന് വളരെയധികം തിളക്കം വന്ന പോലെ അവർക്ക് തോന്നി. കയ്യിലെ ചെറിയ വെള്ളിത്താരത്തിൽ ഗജന്റെ നെറ്റിൽ തൊടാനുള്ള ചന്ദനമാണ്. അവരത് തുളസിത്തറയിൽ വെച്ചു. കാശിയാണ് ഗജന്റെ നെറുകിൽ ഗോപിക്കുരു വരക്കാറ്. അവർ വീടിനുള്ളിലേക്ക് തിരിച്ചു കയറി. പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം അടുക്കളയിലേക്ക് പോയി. പൂമുഖത്തെ ചാരുകസേരയിൽ പത്രം വായിച്ചിരിക്കുന്ന ശേഖരനുള്ള ചായയുമായി ചെന്നു. ശേഖരേട്ടാ, അവർ മൃദുവായി അയാൾ വിളിച്ചു. ആ, നീ അമ്പലത്തിൽ പോകുന്നില്ലേ? പോകുന്നുണ്ട്. ഏട്ടൻ വരുന്നില്ലേ? ഇല്ല, മനസ്സിനൊരു സുഖം തോന്നുന്നില്ല. അയ്യോ, എന്തേ പനിക്കുന്നുണ്ടോ? ആദിയോടെ അയാളുടെ നെറ്റിൽ തൊട്ടുകൊണ്ട് അവർ ചോദിച്ചു. ഇല്ലടോ, താൻ ചായ കുടിച്ചില്ലേ? മക്കൾ എഴുന്നേറ്റോ? ഇല്ല, എല്ലാവരും കാശിയുടെ റൂമിലാണെന്നല്ല കിടന്ന്. അവൻ്റെ പേര് കേട്ടതും തൻ്റെ കൈ പിടിച്ചിരിയോടെ തന്നോട് സംസാരിച്ച അയാളുടെ മുഖത്ത് ദേഷ്യം വിടരുന്നവർ കണ്ടു. കാശിനാഥനൊഴികെ ബാക്കി മക്കൾ 5 പേരോടും ഭാര്യയോടും അയാൾ സ്നേഹത്തോടെയും സൗമ്യതയോടുമാണ് പെരുമാറാറുള്ളത്. എന്നാൽ അതുപോലും തകർക്കാനാണ് സ്വന്തം സഹോദരി ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് അയാൾ അറിയുന്നുമില്ല. കാശിയുടെ ഭാഗത്ത് നിന്ന് ലക്ഷ്മിയും മക്കളും പറയുന്നത് അയാൾക്കിഷ്ടമല്ലായിരുന്നു. അവനെക്കുറിച്ചുള്ള കുറ്റം അയാൾക്ക് വേദമോതി കൊടുക്കും പോലെ പറഞ്ഞുകൊടുത്ത് മകനെയും അച്ഛനെയും അരുന്ധതി അകറ്റിയിരുന്നു. മഹാലക്ഷ്മി കാശിനാഥൻ്റെ മുറിയിലേക്ക് ചെന്നു. ചായയുമായി റൂമിലേക്ക് വന്ന ലക്ഷ്മി ബെഡിൽ കാശിയും ആദിയും കാണാതെ ചുറ്റും നോക്കി. അപ്പോഴാണ് ആദി ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങി വരുന്നത് ലക്ഷ്മി കണ്ടത്. മോനെ, കാശി എവിടെ? ബാൽക്കണിയിലുണ്ടമ്മേ. അവൻ ചെവിയിൽ തങ്ങി നിന്ന വെള്ളത്തുള്ളികൾ ടവൽ കൊണ്ട് തുടച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു. അവനാകെ നീറി നിൽക്കുകയാണമ്മേ. ഇന്നലെ ഉണ്ടായതെല്ലാം അവന് വേദനിപ്പിച്ചിട്ടുണ്ട്. നമ്മളാണ് അവനിനി ഇണക്കിക്കൊണ്ട് വരേണ്ടത്. ഞാൻ അവനുമായിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട്. കുറച്ച് വഴിപാട് കഴിപ്പിക്കാനുണ്ട്. ലക്ഷ്മി കാശിയുടെ അടുത്തേക്ക് പോയി. മോനെ, അമ്മയുടെ വിളി കേട്ട് കൈവരിൽ ചാരി നിൽക്കുന്ന അവൻ തിരിഞ്ഞു നോക്കി. ലക്ഷ്മി അവൻ്റെ കവിൾ പൊതിഞ്ഞു പിടിച്ചു. അമ്മക്ക് മനസ്സിലാവും അമ്മയുടെ കുഞ്ഞിൻ്റെ അവസ്ഥ. മനസ്സൊന്ന് ശാന്താവാൻ അമ്പലത്തിലൊന്ന് പോയി വരാം. ഞാൻ അമ്പലത്തിൽ പോവാറില്ലെന്ന് അമ്മക്ക് അറിഞ്ഞൂടെ? അറിയാം, എന്നാൽ അമ്മയ്ക്ക് വേണ്ടി. അവൻ ശരിയെന്ന് തലയാട്ടി. കാശി അമ്പലത്തിലേക്ക് പോകാൻ ഒരുക്കി താഴേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ പൂമുഖത്ത് നിൽപ്പുണ്ടായിരുന്നു. തന്നെ തുറിച്ചു നോക്കുന്ന അച്ഛനെ അതേ നോട്ടത്തോട് നോക്കി അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. കാശി ജഗന്റെ നെറ്റിയിൽ വെള്ളിത്താളത്തിൽ നിന്ന് ചന്ദനക്കുറി ഗോപിക്കുരു തൊട്ടുകൊടുത്തു. അവൻ ബുള്ളറ്റിൽ കയറി അമ്മയെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പച്ച പട്ടുപാവാടയും ധരിച്ച് ചിരിയോടെ ശ്രീമോൾ അവൻ്റെ അരികിലേക്ക് ഓടി വന്നു.
ഞാനും വരട്ടെ ഏട്ടാ. അമ്മയുണ്ട് എൻ്റെ ഒപ്പം, നീ ആദിയുടെ കൂടെ പോയിക്കോ. ആദ്യേട്ടൻ ബൈക്കിൽ ചേച്ചിയെ കാണാൻ പോവാം. മഹിയേട്ടൻ കാവ്യ ചേച്ചിയും കുട്ടികളും വിളിക്കാൻ പോയി. ഇല്ലെങ്കിൽ അമ്പലത്തിലേക്ക് ഏട്ടൻ എന്നെ കൊണ്ടുപോയനെ. ആദിയും ഭാസ്കരൻ്റെ മകൾ ഗീതപ്രിയയും ചെറുപ്പം തൊട്ടേ പ്രണയത്തിലാണ്. തൊട്ടു മുമ്പിൽ അമ്മ വീട്ടിലാണ് അവളെങ്കിലും അരുന്ധതിയുടെ മുഖം കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പുറത്തു വെച്ചാണ് അവർ തമ്മിൽ കാണുക. ഈ ആദ്യമായിട്ട് എന്താ അവിടെ തിരഞ്ഞെടുക്കുന്നത്? ശ്രീ അവനോട് ചോദിച്ചു. എൻ്റെ ബുള്ളറ്റ് കാണാനില്ല. ആഹാ, അതും മഹിയേട്ടൻ കൊണ്ടുപോയി. ഏട്ടൻ ഉറക്കപ്പിച്ചിലാണോ കൊണ്ടുപോകാൻ പറഞ്ഞത്? ശ്രീ ആദിയോട് ചോദിച്ചു. അയ്യോ, ഇനി ഞാനെന്ത് ചെയ്യും? നേരം വൈകി അവളെന്നെ നിന്ന് കൊല്ലും. ആദിയുടെ നോട്ടം സൂര്യൻ്റെ ബൈക്കിനടുത്തേക്ക് നീണ്ടു. അവൻ അതിനടുത്തേക്ക് ഓടി. ശ്രീമോളെ, ഓടിപ്പോയി ഇതിൽ കീ എടുത്തോണ്ട് വാ, ആദി അവളോട് പറഞ്ഞു. അതിലെങ്ങാനും തൊട്ടാൽ നിന്റെ കാലങ്ങൾ വെട്ടും. പൂമുഖത്തെ ഇരുവശത്തെ തൂണിൽ കൈവച്ച് പറയുന്ന സൂര്യൻ്റെയും സത്യയുടെയും നിൽപ്പും അവരുടെ വിരട്ടലും കേട്ട് ശ്രീമോൾ കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. കാശി ചിരിയടക്കി ആദിയെ നോക്കി. അവരുടെ നിൽപ്പ് കണ്ട് ആദിയും ചിരി തുടങ്ങി. എടാ പ്ലീസ്റ്റാ, ഇന്നൊരു ദിവസം. ഇല്ല, പ്രതികാരാണ് മോനെ. എന്തിന്? ഇന്നലെ ഞാൻ റോഡിലൂടെ വരുമ്പോൾ ഹെൽമെറ്റില്ലെന്ന് പറഞ്ഞ് നിന്റെ പോലീസുകാരെ എൻ്റെ കയ്യിൽ നിന്ന് പിഴ മേടിച്ചു. അത് കഴിഞ്ഞില്ലടാ, ആ പൈസ ഞാൻ തരാം. പറ്റില്ല, നീ കാറി പോയാൽ മതി. സത്യ, സൂര്യയുടെ അടുത്ത് പറഞ്ഞിട്ട് കാറിൽ നിന്ന് കണ്ട് ആദി സത്യ അലിയോട് വിളിച്ചു നോക്കി. നോക്കണ്ട, അവനെ തൊട്ട എന്നെ തൊട്ട പോലെയാണ്. മോൻ കാറെടുത്ത് വണ്ടി വിടാൻ നോക്ക്. തിണ്ടികൾ, നീയൊക്കെ ഒരിക്കൽ പ്രേമിച്ച് വഴിതെറ്റി പോടാ കാരന്മാരെ. അയ്യോ, ആദിത്യ കോപം. സൂര്യനും സത്യനും ചിരിയോടെ പരസ്പരം കൈയടിച്ചു. ആദി കാറിൽ പോയി കയറി. പോയി ഒപ്പം കയറിക്കോ ശ്രീമോളെ, കാശി പറഞ്ഞു കേട്ട് അവൾ ഓടിപ്പോയി കാറിൽ കയറിയിരുന്നു. ആദ്യേ, പാടവരമ്പത്തൂടെ പ്രണയിനിയായിട്ട് പോകുമ്പോ പണ്ട് ചേറി വീണ പോലെ ഇനി വീണരുത് കേട്ടോ, കാശി കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ആദിയോട് ചിരിയടക്കി പറഞ്ഞു. പോടാ മരമാക്രി. ആദി ചിരിച്ചു. അപ്പോഴേക്കും ലക്ഷ്മി ഒരുങ്ങി വന്നു. ഇരട്ടകളോട് കുളിക്കാൻ പറഞ്ഞിട്ട് അവർ കാശിയുടെ പിന്നിൽ കയറി. കുളിക്കാമേ, ഇരട്ടകൾ പറഞ്ഞു. വരുമ്പോഴും ഇതുപോലെ ഇരിപ്പുണ്ടാവും. ഒരാഴ്ച ഇനി ലീവല്ലേ ഡോക്ടർമാർക്ക്. എൻ്റെ കാശി, നിനക്കൊന്ന് ചിരിച്ചിരുന്നൂടെ? ഏത് നേരം മുഖം ഇങ്ങനെ ഗൗരവത്തിൽ പിടിക്കുന്ന എന്തിനാണ്? അവൻ്റെ കവിളിൽ പിടിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. എൻ്റെ ചിരിക്കൊക്കെ ഇനി ഇത്ര ജീവനെ കാണൂ അമ്മ, കാശി ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനും എൻ്റെ ഗേൾഫ്രണ്ട് അമ്പലത്തിൽ പോയി വരാം. അമ്മ അത് കേട്ട് ഉറക്കെ ചിരിച്ചു. അവൻ്റെ മേൽ കൈ ചുറ്റി. അമ്മയുടെ നിറപുഞ്ചിരി ഇതുപോലെ കണ്ടിട്ട് ഒരുപാടായി എന്നോർത്ത് സത്യയും സൂര്യൻ അവർ പോയപ്പോൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ നട തുറക്കാൻ പ്രാർത്ഥനയോടെ കാത്തു നിൽക്കുകയാണ് ഭക്തർ. പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഇതെന്താണ്? കാവില ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അവൻ്റെ ശബ്ദം കേട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൻ പുറകിലേക്ക് നോക്കി. ചുവന്ന താവണിയുടുത്ത് വരുന്ന അവളെ നോക്കി രണ്ടാമത് അവളെ നോക്കിയ ചെറുപ്പക്കാരൻ 6-ാം നമ്പുരാനിലെ ഡയലോഗ് പറയാൻ തുടങ്ങി. സത്യം, ആ സ്ത്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം, ഇതൊക്കെ അവൾക്കുണ്ടെങ്കിലും വാ തുറന്ന അവൾ ചാളമേരിയാണ്. ഓടക്കാൻ പോയാൽ ഓടച്ച് കയ്യിൽ തരും. പിന്നെ ചാൻസിലെ രാജ്ഞിയായിരുന്ന ഝാൻസി റാണിയുടെ പോരാട്ടമാണ്. ജാനിക ഭഗീരഥി. മുമ്പിലേക്ക് നടന്നു വരുന്ന അവൾക്ക് പേര് പോലെ തന്നെ തലയെടുപ്പായിരുന്നു. അവളും ഗീതപ്രിയയും കോവിലിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.